Program relocation. എന്താണ് ഈ program relocation? Relocation means relocate ചെയ്യുന്നു. Relocate ചെയ്യേണ്ട റീസൺ എന്താണ്? Program relocation പറയുന്നതിന് മുൻപ് രണ്ട് ടൈപ്പ് പ്രോഗ്രാംസ് ആദ്യം അറിഞ്ഞിരിക്കണം. അബ്സല്യൂട്ട് പ്രോഗ്രാം ആൻഡ് റീലൊക്കേറ്റബിൾ പ്രോഗ്രാം. എന്താണ് ഈ അബ്സല്യൂട്ട് പ്രോഗ്രാം എന്നും എന്താണ് ഈ റീലൊക്കേറ്റബിൾ പ്രോഗ്രാം എന്നും ഫസ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അബ്സല്യൂട്ട് പ്രോഗ്രാം എന്താണെന്ന് ആദ്യം നോക്കാം. ഒരു പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ തന്നെ ആ പ്രോഗ്രാമിൻ്റെ എക്സാക്റ്റ് അഡ്രസ്സ് കൂടെ മെൻഷൻ ചെയ്ത് എഴുതുന്ന പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒ എസ് എഴുതുന്ന ടൈമിൽ തന്നെ ഒ എസ് എവിടെയാണ് ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ എക്സാക്റ്റ് അഡ്രസ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ അഡ്രസ്സിലാണ് അത് ലോഡ് ചെയ്തേക്കുന്നത്. അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഏതാണെന്ന് എക്സാക്റ്റ്ലി പറയുന്നുണ്ട്. അവിടെ മാത്രമേ അതിനെ ലോഡ് ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരു ലൊക്കേഷനിൽ അതിൽ ലോഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ എക്സാക്റ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് അബ്സല്യൂട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. അസംബ്ലി ടൈമിൽ തന്നെ അതിൻ്റെ അഡ്രസ്സ് അറിയാമായിരിക്കും. അത് തന്നെയായിരിക്കും ലോഡറിൻ്റെ കയ്യിൽ പോകുന്ന സമയത്തും അയാൾ ആ അഡ്രസ്സ് നോക്ക് തന്നെയായിരിക്കും മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, തുടക്കത്തിലെ പ്രോഗ്രാമിൻ്റെ എക്സാക്റ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്ത് എഴുതുന്ന പ്രോഗ്രാംസ് ആണ് അബ്സല്യൂട്ട് പ്രോഗ്രാം. പ്രോഗ്രാം റീലൊക്കേഷന് എന്താന്ന് പറയുന്നതിന് മുൻപായിട്ട് ഒരു സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷൻ പറഞ്ഞ് കഴിഞ്ഞിട്ട് പ്രോഗ്രാം റീലൊക്കേഷൻ എന്താണെന്ന് പറയാം. ഒരു മാരേജ് സെറമണി അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ പോകാമെന്ന് വിചാരിക്കാം. ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഒത്തിരി സീറ്റുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ പോവുകയാണ്. ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഓരോ വിസിറ്റേഴ്സിൻ്റെയും ടൈം ഫിക്സ്ഡ് ആയിരിക്കത്തില്ല. ഓരോ ആൾക്കാർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിലായിരിക്കും വരുന്നത്. അല്ലാതെ തിയേറ്ററിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ ഷോ അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഒരിക്കലും മാരേജിന് ഒരു ഫിക്സ്ഡ് ടൈം ആയിരിക്കത്തില്ല. ഫിക്സ്ഡ് ടൈം കാണും, മുഹൂർത്തമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ 10 മണിക്ക് റിസപ്ഷൻ, ദെൻ 11:30-12 മണി ഈ സമയത്താണ് മുഹൂർത്തമെങ്കിൽ നമ്മളെല്ലാ ആൾക്കാരും ആ മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ആൾക്കാരും എക്സാക്ട്ലി 10 മണിക്ക് മുൻപായിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പ്രോപ്പറായിട്ട് ഒരു സീറ്റിൽ അവരവരുടെ സീറ്റിൽ പോയിരിക്കുന്നു. ദെൻ മാരേജ് ഒക്കെ കഴിഞ്ഞ് അത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സാക്ട്ലി 1 മണിക്ക് ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ലീവ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫിക്സ്ഡ് രീതി അല്ല ഓഡിറ്റോറിയത്തിനകത്ത്. അവിടെ ഒത്തിരി സ്പേസ് ഉണ്ട്, വളരെ ലിബറലാണ് അല്ലേ. ഇതുപോലെയാണ് മെമ്മറിക്കകത്തുള്ള സ്പേസ്. മെമ്മറിക്കകത്ത് ഒത്തിരി സ്പേസ് ഉണ്ട്. മെമ്മറിക്കകത്ത് ഓരോ പ്രോഗ്രാംസ് ഇരിക്കുന്നതിന് എക്സാക്റ്റ് ഒരു ലൊക്കേഷൻ ആദ്യമേ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം ഓരോ പ്രോഗ്രാംസ് എത്തിച്ചേരുന്ന ടൈമും ഇയാൾ അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന ടൈമും ഇതൊന്നും ഒരിക്കലും ഫിക്സ്ഡ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മെമ്മറിയിൽ പ്രോഗ്രാംസ് കൊടുക്കുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ എക്സാക്റ്റ് മെമ്മറി ലൊക്കേഷൻ എഴുതി കൊടുക്കാറില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു അബ്സല്യൂട്ട് പ്രോഗ്രാമിന്റെ പ്രത്യേകത മെമ്മറി ലൊക്കേഷൻ എക്സാക്ട്ലി എഴുതി കൊടുക്കും. പ്രോഗ്രാമിനകത്ത് എക്സാക്ട് മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കേസിലും തിരിച്ചാണ് സംഭവിക്കുന്നത്. കാരണം സൈമൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓരോ പ്രോഗ്രാംസിന് മെമ്മറി സ്പേസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രോഗ്രാംസ് എഴുതുന്ന പ്രോഗ്രാമേഴ്സ് ഡിഫറെൻ്റ് ആൾക്കാരാണ്. അവർക്കൊന്നും ഒരിക്കലും മെമ്മറിനെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. മെമ്മറിയിൽ എവിടെയാണ് ഇതിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ യൂസേജ് കഴിഞ്ഞ് എത്ര നേരം അതിനവിടെ കണ്ടെയ്ൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോഗ്രാമർ ബോദർ ചെയ്യേണ്ടി വരും. അപ്പം ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതിനെ എന്താ ഫ്രീ ആയിട്ട് വിടാം. അതാണ് ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ കേസ് പറഞ്ഞത്. നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ പോകുന്ന സമയത്ത് അവിടെ കല്യാണം കൂടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ചെയർ കാണും. കിട്ടുന്ന സ്പേസ് ആയിരിക്കും. അല്ലാതെ എക്സാക്ട്ലി ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ചെയറിൽ ഞാൻ ഇരിക്കുന്നു, മറ്റൊരു ചെയറിൽ തൊട്ടടുത്ത ചെയറിൽ മറ്റൊരാൾ ഇരിക്കുന്നു, അങ്ങനെ ആർക്കും ഫിക്സ്ഡ് ആയിട്ട് അങ്ങനെ പറയാറില്ല. ഇതുപോലെ മെമ്മറിക്കകത്തും പ്രോഗ്രാംസിന് ഫിക്സ്ഡ് ഏരിയ കൊടുക്കാറില്ല. നോർമൽ കേസിൽ അങ്ങനെ കൊടുക്കാറില്ല. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ തൽക്കാലം ഒരു ലൊക്കേഷൻ അസ്യൂം ചെയ്തായിരിക്കും പലപ്പോഴും എഴുതി കൊടുക്കുന്നത്. ഒരു 1000 എന്ന ലൊക്കേഷൻ മുതൽ 2000 എന്ന ലൊക്കേഷൻ വരെ ആയിരിക്കും പ്രോഗ്രാം എ സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനൊരു പ്രോഗ്രാമറാണ്. ഞാൻ പ്രോഗ്രാം എഴുതുന്ന സമയം ഞാൻ അസൈൻ ചെയ്യുന്നു മെമ്മറിക്കകത്ത് 1000 എന്ന ലൊക്കേഷൻ. 1000 മീൻസ് 1000. 1000 എന്ന ലൊക്കേഷൻ. ഒരിക്കലും 1000 എന്ന് പറയരുത്. മുൻപൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ പറയാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു. 1000 അതൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ആ ലൊക്കേഷൻ മുതൽ താഴെ കുറച്ച് സൈസ് ആയിരിക്കും എനിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാനിപ്പോൾ പ്രോഗ്രാം എഴുതുന്ന സമയം പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യുന്നു ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 1000. ഓക്കെ, ഇത് ഞാൻ അസൈൻ ചെയ്ത് വെച്ചു. കാരണം എനിക്ക് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വേണം. അതിനെ റിലേറ്റ് ചെയ്ത് പലപ്പോഴും പല ഇൻസ്ട്രക്ഷനിലും ഈ അഡ്രസ്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇതാണെന്ന്
അസ്യൂം ചെയ്ത് വെക്കുകയാണ്. ഇത് തന്നെ ആണെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഈ ലൊക്കേഷനിൽ ഓൾറെഡി വേറെ പ്രോഗ്രാം ഇരിപ്പുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. ഞാൻ തൽക്കാലം അസ്യൂം ചെയ്ത് എഴുതിയതാണ്. ഇങ്ങനെ പ്രോഗ്രാം എഴുതി വെക്കുന്ന സമയത്ത് ഞാനൊരു അഡ്രസ്സ് കൊടുക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതല്ല എൻ്റെ എക്സാക്ട് ലൊക്കേഷൻ. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാൻ പ്രോഗ്രാം എഴുതി നേരെ അസംബ്ലറിന്റെ കൈ കൊടുത്തു. അസംബിൾ ചെയ്യുന്ന ടൈമിലും ഈ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം അസംബ്ലറിന്റെ കയ്യിലും എക്സാക്ട് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. അസംബ്ലർ ഇത് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലോഡറിന്റെ കയ്യിലേക്ക് പോകും. ലോഡറിന്റെ കയ്യിൽ പോകുന്ന സമയത്ത് എക്സാക്ട് ലൊക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കും, എവിടെയാണ് ലോഡ് ചെയ്യേണ്ടത് മനസ്സിലാക്കും. ഈ സമയത്ത് അസംബ്ലറിന് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതായത് അസംബ്ലറിന് മനസ്സിലായി ഇത് എക്സാക്ട് ലൊക്കേഷൻ ഇവിടെയാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അതിനനുസരിച്ച് അസംബ്ലർ ഇതിനകത്ത് എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സപ്പോസ് 1000 ആണ് ഞാൻ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിട്ട് മെൻഷൻ ചെയ്തത്. പക്ഷേ പിന്നീട് ലോഡറിന്റെ കയ്യിലെത്തിയ സമയത്ത് മനസ്സിലായി ഇതായിരുന്നില്ല, 5000 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് 1000 മുതൽ താഴേക്കാണ് ഈ പ്രോഗ്രാം ലോഡ് ചെയ്യേണ്ടത്. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച് എഴുതിയത്. പക്ഷേ മെമ്മറിയിൽ ഓൾറെഡി ആ സ്പേസിൽ വേറെ പ്രോഗ്രാംസ് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് 5000 മുതലാണ് സ്പേസ് കിട്ടിയത്. അവിടെ വേക്കൻറ്റ് സ്പേസ് കിടക്കുന്നത് 5000 മുതലാണെങ്കിൽ ഈ പ്രോഗ്രാം വെക്കുന്നത് എവിടെയായിരിക്കും? 5000 മുതലായിരിക്കും. ഇത് ലോഡറിന് ലോഡ് ചെയ്ത ടൈമിൽ കിട്ടും. ഈ ഇൻഫർമേഷൻ അസംബ്ലറിന്റെ കയ്യിലേക്കും കിട്ടും. ഈ സമയം അസംബ്ലർ എന്ത് ചെയ്യും? ചില ഇൻസ്ട്രക്ഷനിൽ ഡയറക്ട്ലി ഞാൻ അഡ്രസ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ചില ഇൻസ്ട്രക്ഷനിൽ ഞാൻ 1010 ഞാൻ ഡയറക്ട്ലി മെൻഷൻ ചെയ്ത് വെച്ചു. അതെന്തായി മാറണം? അത് 5010 ആയി മാറണം. ഇങ്ങനെ ഡയറക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനിലൊക്കെ പോയിട്ട് അതിനെ മോഡിഫൈ ചെയ്യും. ഈ മോഡിഫൈ ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണ്ടേ? ഇതിനെയാണ് ആക്ച്വലി പ്രോഗ്രാം റീലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം റീലൊക്കേഷൻ ചെയ്യുന്ന ടൈമിൽ എഴുതുന്ന റെക്കോർഡാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ തന്നേക്കുന്നത്, അതായത് എക്കകത്ത് തന്നേക്കുന്നത് സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 0000 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് ഞാൻ നേരത്തെ അസ്യൂം ചെയ്ത 1000 പോലെയാണ്. പക്ഷെ അതായിരുന്നില്ല എക്സാക്ട് അഡ്രസ്. എക്സാക്ട് അഡ്രസ് എന്തായിരുന്നു? 5000 ആയിരുന്നു എക്സാക്ട് അഡ്രസ് എന്ന് വിചാരിക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫിഗറിൽ തന്നേക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ തന്നേക്കുന്നത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 0000 നിന്നായിരുന്നെങ്കിൽ മെമ്മറിയിൽ എത്തിയപ്പോഴേക്കും അതല്ല അഡ്രസ്, പകരം 5000 നിന്നാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷനകത്ത് എവിടെയെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വേണ്ടി വരും. അതിനകത്തൊരു എക്സാമ്പിൾ ഉണ്ടോ? JSub എന്ന ഇൻസ്ട്രക്ഷൻ, ജംപ് ടു ദ സബ് റൊട്ടീൻ. ആ ഇൻസ്ട്രക്ഷനകത്ത് 1036 ആണ് അതിന്റെ കോഡ് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം അവിടുത്തെ അഡ്രസ്സ് വന്നേക്കുന്നത് 1036 ആണ്. ഇതാണ് ആദ്യത്തെ ഫിഗറിൽ തന്നേക്കുന്നത്. പക്ഷേ അത് അസ്യൂം ചെയ്ത് എഴുതിയ അഡ്രസ്സാണ്. അതല്ല മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് പോരുന്നത്. പകരം അവിടെ എന്താ വരേണ്ടത്? 6036 എന്ന് വരണം. കാരണം ഒരു 5000 ഒരു ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. ഇത് കോഡിനകത്ത് മോഡിഫൈ ചെയ്യണം. ഓൾറെഡി എഴുതിയ പ്രോഗ്രാമിനകത്ത് ഈ അഡ്രസ്സിനെ മോഡിഫൈ ചെയ്യണം. ഇതുപോലെ പല സിറ്റുവേഷനിലും മീൻസ് പല ഇൻസ്ട്രക്ഷനിലും ഇതുപോലെ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെയാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. ഹെഡർ റെക്കോർഡും ടെക്സ്റ്റ് റെക്കോർഡും എൻഡ് റെക്കോർഡും ഉള്ളതുപോലെ തന്നെ മറ്റൊരു റെക്കോർഡാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്. പ്രോഗ്രാം റീലൊക്കേഷൻ വരുന്നെങ്കിൽ അവിടെ ഏതൊക്കെ റെക്കോർഡിനെയാണ് മോഡിഫൈ ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്യുന്ന റെക്കോർഡാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്. ഓക്കെ, ഈ കാണുന്ന ഫോർമാറ്റ് ആണ് മോഡിഫിക്കേഷൻ റെക്കോർഡിൻ്റെത്. ഹെഡർ റെക്കോർഡിന്റെ സ്റ്റാർട്ടിംഗ് സിമ്പിൾ H, ടെക്സ്റ്റ് റെക്കോർഡ് T, എൻഡ് റെക്കോർഡ് E കൊടുത്തതുപോലെ മോഡിഫിക്കേഷന്റെ ഫസ്റ്റ് കോളം കൊടുക്കേണ്ടത് M. സെക്കൻഡ് കോളം മുതൽ 7th കോളം വരെ ഇവിടെ അഡ്രസ് ആണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ അഡ്രസ് ഫീൽഡ് ടു ബി മോഡിഫൈഡ്. മോഡിഫൈ ചെയ്യേണ്ട അഡ്രസ് ഫീൽഡിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ കോളം നമ്പർ 8 and 9, ലെങ്ത് ഓഫ് ദ അഡ്രസ് ഫീൽഡ് ടു ബി മോഡിഫൈഡ് ഇൻ ഹാഫ് ബൈറ്റ്സ്. മോഡിഫൈ ചെയ്യേണ്ട അഡ്രസ് ഫീൽഡിന്റെ ലെങ്ത് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഹാഫ് ബൈറ്റ്സിൽ മതി. ഇതാണ് മോഡിഫിക്കേഷൻ റെക്കോർഡിന്റെ ഫോർമാറ്റ്. ഇനി അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഹെഡർ റെക്കോർഡും ടെക്സ്റ്റ് റെക്കോർഡും എൻഡ് റെക്കോർഡും കൂടാതെ പ്രോഗ്രാം റീലൊക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതും അസംബ്ലറിന്റെ ഒരു ഫീച്ചറാണ്, ഒരു ഡിപ്പെൻഡന്റ് ഫീച്ചറാണ്. പ്രോഗ്രാം റീലൊക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും അഡ്രസ് ഒക്കെ മോഡിഫൈ ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ റെക്കോർഡും കൂടെ ഒബ്ജക്ട് കോഡിന്റെ പാർട്ടായി മാറുന്നുണ്ട്. ഈ കാണുന്ന ഒബ്ജക്ട് കോഡില്ലേ, ഫസ്റ്റ് തന്നേക്കുന്ന ഹെഡർ റെക്കോർഡ്, ദെൻ കാണുന്ന 5 ലൈൻസ് വന്നിട്ട് ടെക്സ്റ്റ് റെക്കോർഡാണ്. അതിന് താഴെ കാണുന്നത് മോഡിഫിക്കേഷൻ റെക്കോർഡാണ്. ലാസ്റ്റ് വൺ എൻഡ് റെക്കോർഡാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഒബ്ജക്ട് കോഡ് ഫോം ചെയ്ത് വരുന്നത്. അബ്സല്യൂട്ട് പ്രോഗ്രാം ആൻഡ് റീലൊക്കേറ്റബിൾ പ്രോഗ്രാം, 2 ടൈപ്പ് പ്രോഗ്രാംസ് എന്താണെന്ന് മനസ്സിലായല്ലോ.
പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ തന്നെ എക്സാക്റ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്ത് എഴുതുന്ന പ്രോഗ്രാംസ് ആണ് അബ്സല്യൂട്ട് പ്രോഗ്രാം. ആക്ച്വൽ അഡ്രസ്സ് അറിയാതെ തന്നെ മറ്റൊരു അഡ്രസ്സ് അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ അതിനെ മോഡിഫൈ ചെയ്ത് എഴുതുന്ന പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് പിന്നീട് റീലൊക്കേഷന് വിധേയമാകുന്നുണ്ട്. ഈ പ്രോഗ്രാംസ് ആണ് റീലൊക്കേറ്റബിൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നോർമൽ കേസിൽ കൂടുതലായിട്ട് എഴുതുന്നത് റീലൊക്കേറ്റബിൾ പ്രോഗ്രാമാണ്. അബ്സല്യൂട്ട് പ്രോഗ്രാം ആയിട്ട് എഴുതുന്നത് വളരെ ചുരുക്കം പ്രോഗ്രാംസ് മാത്രം. അസംബ്ലറിൻ്റെ ഒരു ഡിപ്പെൻഡൻറ്റ് ഫീച്ചറായിരുന്നു പ്രോഗ്രാം റീലൊക്കേഷൻ. ഇതുപോലെ മറ്റൊരു ഡിപ്പെൻഡൻറ്റ് ഫീച്ചറാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ആൻഡ് അഡ്രസ്സിംഗ് മോഡ്സ്. ഓക്കെ, 2 ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സാണ് അസംബ്ലറിന് ഉള്ളതെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് 5 പേരുണ്ട്. ഈ 5 പേര് അടുത്ത് വരുന്ന വീഡിയോസിൽ പരിചയപ്പെടാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ദിസ് ഇസ് അജു സൈനിങ് ഓഫ്. Bye bye.